ബഹിഷ്കരിക്കാഞ്ഞിട്ട്. അപ്പോൾ ഈ രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു പിശാച് വന്ന് നിങ്ങളുടെ കൊരക്കിന് കയറി പിടിച്ചു. നിങ്ങൾ ആരന്വേഷിച്ച് നടക്കും? പറയും. ഇപ്പം അച്ഛനെ ബിഷപ്പിനെ അന്വേഷിച്ച് നടക്കുമോ, അതോ നിങ്ങൾ ഉടനെ പറയും യേശുവിൻ്റെ നാമത്തിൽ പിശാച് പോകുക എന്ന് പറയുമ്പോൾ പിശാച് പോയി? എടാ, ഇത് നല്ല ഐഡിയ ആണല്ലോ. ആ പിറ്റേ ദിവസം അതിലും വലിയൊരു പിശാച് വരും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളിത് തന്നെ പറയുക, യേശുവിൻ്റെ നാമത്തിൽ പിശാച് ദൂരെ പോവുക എന്ന് പറയുമ്പോൾ അതും പോയി. ആഹാ, ഇതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ദൈവശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. മാനുഷിക ബോധ്യങ്ങളിൽ ആശ്രയിക്കുമ്പോൾ അവിടെ ഒന്നും പോകണ്ടോ, അവിടെയൊക്കെ പിശാചാണ്, ആ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വെറുതെ ആ പിശാചൊക്കെ ഇങ്ങോട്ട് വരണ്ട്, ഞാനങ്ങോട്ട് പോകുന്നില്ല. പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ തെറ്റായ അന്ധവിശ്വാസങ്ങൾ, ആ വീടിൻ്റെ അങ്ങേ വശത്ത് ഒരമ്പലമുണ്ട്, അതുകൊണ്ട് ആ പിശാച് ഇങ്ങോട്ട് വരികയാണ്. ഈ ലോകത്തിലുള്ള സകല പിശാചുക്കളും കൂടി എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ പറയും, നിങ്ങൾ വാ, നിങ്ങൾ എൻ്റെ പോക്കറ്റിൽ കയറിയിരുന്നോ. കാരണം എൻ്റെ ഉള്ളിൽ ആരുണ്ട്? എൻ്റെ ഉള്ളിൽ ആരുണ്ട്? എൻ്റെ ഉള്ളിൽ ആരുണ്ട്? സർവശക്തനായ കർത്താവുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. പിശാചിനെ കണ്ട് ഭയപ്പെടേണ്ടവരല്ല നമ്മൾ, പിശാച് നമ്മളെ കണ്ട് ഭയപ്പെടണം. നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ പിശാച്, ഇത് തോമസ് പോൾ വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതേ ഒരു ക്രിസ്ത്യാനി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് അവർ പോകണം. അതാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തുള്ള അന്ധകാരം താനെ മാറും. വരുവിൻ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുള്ള ഈ ആരാധനയിലൂടെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.